മംഗളദർശനയാകിയ മംഗളാദേവി സന്നിധിയിലേക്ക് സ്വാഗതം. ദക്ഷിണ കർണാടകത്തിലെ മംഗലാപുരത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം ചരിത്രപരമായും ഐതിഹ്യങ്ങളാലും സമ്പന്നമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രമാണ് മംഗലാപുരത്തിൻ്റെ അതിദേവത. മംഗളാദേവിയിൽ നിന്നാണ് മംഗലാപുരം എന്ന മഹാനഗരത്തിന് ആ പേര് സിദ്ധിച്ചത്. തുളുനാടിൻ്റെ ആരാധ്യദേവതയാണ് ശ്രീ മംഗളാദേവി. ആദിപരാശക്തി ഭാവമാണ് മംഗളാദേവിയുടേത്. സർവമംഗളകാരിണിയായ ദേവി ഭക്തർക്ക് അഭീഷ്ടവരദായിനിയാണ്. മംഗലാപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജഗദംബികയുടെ സന്നിധിയിലെത്താം. തുളുനാട് ഭരിച്ചിരുന്ന ആലുവ രാജവംശവുമായി ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ബന്ധമുണ്ട്. AD 9-ാം നൂറ്റാണ്ടിൽ തുളുനാട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു കുന്തവർമ്മൻ. അക്കാലത്തൊരിക്കൽ 2 സന്യാസിമാർ കാവേരി നദി കടന്ന് തുളുനാട്ടിലെത്തി. മജീന്ദ്രനാഥും ഗോരഖ്നാഥും. നേത്രാവതി നദി കടന്നാണ് അവർ തുളുനാട്ടിലെത്തിയത്. നേപ്പാളിൽ നിന്നും വന്ന് അവരിവിടെ എത്തിച്ചേർന്ന സ്ഥലമാണ് ഗോരഖ് ദണ്ഡി എന്ന് പിന്നീട് അറിയപ്പെട്ടത്. നേത്രാവതി നദിക്കരയിലായിരുന്നു പുരാതന കാലത്ത് കപില മഹർഷിയുടെ പ്രവർത്തന മണ്ഡലം. അതൊരു വൈജ്ഞാനിക കേന്ദ്രം കൂടിയായിരുന്നു. അവിടെ 2 സന്യാസിമാർ എത്തിച്ചേർന്ന വിവരം കുന്തവർമ്മ രാജാവിൻ്റെ കാതുകളിലും എത്തി. അദ്ദേഹം ഉടൻ തന്നെ അവരുടെ ദർശനത്തിനായി അങ്ങോട്ട് തിരിക്കുകയും ഉപചാരങ്ങളോടെ സ്വീകരിക്കുകയും ചെയ്തു. സന്യാസിമാർ രാജാവിൻ്റെ എളിമയിലും മഹത്വത്തിലും സംതൃപ്തരായി. അതിനാൽ അവർ രാജാവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. തുളുനാടിൻ്റെ പരിശുദ്ധിയും സുരക്ഷിതത്വവും നിലനിർത്തുന്നതിന് ഇവിടെ മംഗളാദേവിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കണം. പണ്ടിവിടെ പരശുരാമ പ്രതിഷ്ഠിതമായ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നതായി രാജാ കുന്തവർമ്മനും കേട്ടിരുന്നു. എല്ലാം കാടുകയറി കാലാന്തരത്തിൽ മറവിയിലേക്ക് മാഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങോട്ടെത്തിയ സന്യാസിമാർ രാജാവിന് ആ പുണ്യസങ്കേതം കാണിച്ചു കൊടുത്തു. അവിടെ കാടും മണ്ണും നീക്കിയ രാജാവ് ദർശിച്ചത് ഒരു ശിവലിംഗവും ഒരു ധാരാപാത്രവുമാണ്. ശിവശക്തിമാരുടെ പ്രതീകങ്ങളായിരുന്നു അവർക്കവിടെ നിന്ന് ലഭിച്ചത്. സന്യാസിമാരുടെ നിർദ്ദേശാനുസരണം മനോഹരമായൊരു ക്ഷേത്ര നിർമ്മാണം നടത്തി. മംഗളാദേവിയെയും മഹാദേവനെയും അവിടെ പ്രതിഷ്ഠിച്ചു. ക്ഷേത്ര സംരക്ഷണത്തിനായി നാഗരാജ പ്രതിഷ്ഠയും നടത്തി. ആ ക്ഷേത്രമാണ് ഇന്ന് മംഗലാപുരത്ത് കാണുന്ന ശ്രീ മംഗളാദേവി ക്ഷേത്രം. സന്യാസിമാർ മംഗലാപുരത്ത് തന്നെയുള്ള കദ്രി മഹാദേവ ക്ഷേത്രത്തിന് സമീപസ്ഥമായ യോഗിരാജു മഠത്തിലും ആധ്യാത്മിക ചര്യകളുമായി വസിച്ചു. ഇന്നും മംഗളാദേവി ക്ഷേത്രവും കദ്രി മഹാദേവ ക്ഷേത്രവും പരസ്പരം ബന്ധം പുലർത്തുന്നുണ്ട്. കദ്രി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്ന നാളുകളിൽ യോഗിരാജു മഠത്തിലെ സന്യാസിമാർ
മംഗളാദേവി സന്നിധിയിലെത്തി പ്രാർത്ഥന നടത്തുകയും പട്ട് സമർപ്പിക്കുകയും ചെയ്തു വരുന്നു. കേരളീയ വാസ്തുവിദ്യയിൽ പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണിത്. പ്രധാന റോഡിന് അഭിമുഖമായി ഗോപുരവാടത്തിലൂടെ മതിൽക്കകത്തേക്ക് പ്രവേശിച്ചാൽ ധ്വജസ്തംഭവും വലിയ ബലികല്ലും കാണാം. അത് കഴിഞ്ഞു വേണം ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ. നേരെ നടന്ന് ശ്രീകോവിലിന് മുൻപിലെത്തിയാൽ ഗർഭഗൃഹത്തിനകത്ത് ഉയർന്ന പീഠത്തിൽ സാക്ഷാൽ മംഗളാദേവിയെ ദർശിച്ചു വണങ്ങാം. ശ്രീകോവിൽ നടയ്ക്ക് ഇരുവശത്തുമായി മനോഹരമായ 2 ദ്വാരപാലകരുടെ ശില്പങ്ങളുമുണ്ട്. ശ്രീ മംഗളാദേവി ധാരാപാത്രമായി ഇരിക്കുന്ന വിഗ്രഹമാണ് ഇവിടെയുള്ളത്. തൊട്ടരികിലായി ശ്രീ മഹാദേവന്റെ ലിംഗപ്രതിഷ്ഠയും കാണാം. നവരാത്രിയാണ് മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവ നാളുകളിൽ ദേവിയെ ചണ്ഡികയായും മഹാസരസ്വതിയായും വാഗ്ദേവിയായും ആരാധിക്കപ്പെടുന്നു. ആയുധപൂജയോട് അനുബന്ധമായി ചണ്ഡികായാഗവും ഇവിടെ നടക്കുന്നു. ദേശദേശാന്തരങ്ങൾ താണ്ടി അനേകം ഭക്തരാണ് മംഗളാദേവിയുടെ ദർശനത്തിനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. 10ാം ദിനം നടക്കുന്ന രഥോത്സവം മഹനീയമായ കാഴ്ചയാണ്. നിത്യവും നിരവധി പേരാണ് മംഗളാദേവി ദർശനം തേടിയെത്തുന്നത്. വാഗ്ദേവിക്ക് മുൻപിൽ അക്ഷരം കുറിക്കുന്നതിനും വിവാഹാദി മംഗളകർമ്മങ്ങൾ തടസ്സങ്ങളേതുമില്ലാതെ നിറവേറുന്നതിനും ഭക്തർക്ക് ആശ്രയം ശ്രീ മംഗളാദേവിയാണ്. ഒരിക്കലെങ്കിലും മംഗളാംബികയെ ഒന്ന് കാണണം. അതൊരു ജീവിത പുണ്യമാണ്.